റമളാൻ മാസത്തിൽ 2 സമയങ്ങളുണ്ട് സഹാബ. റമളാൻ മാസത്തിൽ 2 സമയങ്ങളുണ്ട് സഹാബ. ആ 2 സമയങ്ങളിൽ ആരല്ലാഹുവിനോട് ദുആ ചെയ്താൽ അവന്റെ ദുആ തള്ളപ്പെടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ദുആ ചെയ്താ സ്വീകരിക്കുന്ന 2 സമയമുണ്ട്. ദുആ ചെയ്താ സ്വീകരിക്കുന്ന റമളാനിലെ 2 പ്രത്യേക സമയമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ആ 2 സമയമേതാ നബിയേ? ആ 2 സമയമേതാ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നലില്ലാഹി ഇബാദൻ കുല്ലി ഫിത്ർ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നലില്ലാഹി ഇൻദ കുല്ലി ഫിത്രിൻ ഉത്തഖാഉ മിനന്നാർ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നോമ്പ് മുറിക്കുന്ന സമയമുണ്ടല്ലോ, മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയമുണ്ടല്ലോ, ആ സമയത്ത് ആരല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു അവന്റെ ദുആ സ്വീകരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് 1,00,000 പേരെ പടച്ചവൻ നരകത്തിൽ നിന്ന് കരകയറ്റുന്നത്. മഗ്രിബിന്റെ ബാങ്കുണ്ടല്ലോ, പടച്ചവരെ പാഞ്ഞങ്ങാട് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വിളിക്കുന്നത് കേൾക്കാൻ പ്രതീക്ഷയോടുകൂടി ഭക്ഷണങ്ങൾ മുഴുവനും എടുത്തു വെച്ചിട്ട് 2 കൈയും ഉയർത്തിയിട്ട് ദുആ ചെയ്തു. ആ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് 1,00,000 പേരെയാണ് പടച്ചവൻ നരകത്തിൽ നിന്ന് കരകയറ്റുന്നത്. ആ സമയത്ത് ആരെങ്കിലും അല്ലാഹുവിനോട് ദുആ ചെയ്താ അവനെ റബ്ബ് വെറുങ്കയോടെ മടക്കില്ലെന്ന് ത്വാഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്താണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ 13.5 മണിക്കൂർ നോമ്പ് പിടിച്ചിട്ട് അവസാനം നോമ്പ് മുറിക്കുന്നതിന് 10-15 മിനിറ്റ് മുമ്പ് എന്റെ പ്രിയമുള്ളവരെ കൂടിയിരുന്നിട്ട് പല പല ചർച്ചകളാണ്. പള്ളിക്കകത്ത് നോമ്പ് മുറിക്കാൻ ഒരുമിച്ചിരുന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ അവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് മറ്റു പല കാര്യങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഇരിക്കാൻ സമയമില്ല. അവർക്ക് രാവിലെ മുതൽ ജോലി തുടങ്ങിയതാണ്. പെങ്ങളെ, നോമ്പ് തുറിക്കുന്നതിനൊരു 10 മിനിറ്റ് മുമ്പ് നിന്റെ ജോലി മുഴുവനും തീർത്തിട്ട് മോളെ പള്ളിക്കാട്ടില് പോകുമ്പോ രക്ഷപ്പെടണ്ടേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണ്ടേ. പൊന്നുമോളെ, ദുആ ചെയ്താ സ്വീകരിക്കുന്ന സമയമാണ്. പാഴാക്കല്ലേ, പാഴാക്കല്ലേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, റമളാനിലെ 2ാമത്തെ സമയമേതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, വബിൽ അസ്ഗാരിഹിം യസ്തഗ്ഫിറൂൻ. 2ാമത്തെ സമയം 1-ാം ആകാശത്തിൽ പടച്ചവൻ വന്നിരിക്കുകയാ. 1-ാം ആകാശത്തിൽ അല്ലാഹു വന്നിരുന്നിട്ട് ഭൂമിയിലേക്ക് നോക്കുകയാണ്. ആരാ എന്നോട് ചോദിക്കുന്നത്? ആരാ എന്നോട് ചോദിക്കുന്നത്? എനിക്ക് ദുആ ചെയ്യുന്നവന് ഞാൻ മറുപടി തരാമെന്ന് പറഞ്ഞ് 1-ാം ആകാശത്തിൽ അല്ലാഹു വന്നിരിക്കുന്ന സമയമുണ്ട്. എപ്പോഴെന്നറിയുമോ? ഇടയത്താഴം കഴിക്കാൻ എഴുന്നേക്കുമല്ലോ. 3 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചിട്ട് അല്ലാഹുവേ പള്ളികളുടെ മിനാരത്തിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനന്നൗം. അപ്പൊ സുബഹിന്റെ ബാങ്ക് വിളിക്കുന്നത് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഭക്ഷണം കഴിച്ചതിന് ശേഷം സുബഹി നമസ്കാരത്തിന്റെ മുമ്പ് ആരല്ലാഹുവിനോട് ദുആ ചെയ്താലും അവനെ റബ്ബ് വെറുങ്കയോടെ മടക്കില്ല. അവൻ ചോദിച്ച കാര്യം അല്ലാഹു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇടയത്താഴം കഴിച്ചിട്ട്, ഇടയത്താഴം ഇവിടെ അതിന് വേറെന്തോ പേരില്ല പറയുന്നത്, അത്താഴം.